നമസ്കാരം. നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ പുതിയൊരു മാർക്കറ്റിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു വലിയ തീരുമാനമാണ്, അല്ലേ? ശരിയായാൽ ബിസിനസ് പറക്കും. ഒന്ന് പിഴച്ചാലോ? അതൊരു വലിയ വീഴ്ചയുമാവാം. അപ്പോൾ ഈ വലിയൊരു ചൂതാട്ടത്തെ എങ്ങനെ പേടിയില്ലാതെ കണക്കുകൂട്ടിയുള്ള ഒരു വിജയമാക്കി മാറ്റാം? നമുക്ക് നോക്കാം. ശരിക്കും ഇതൊരു ചെറിയ കാര്യമല്ല. ലോകം മുഴുവൻ ഒരു വലിയ അവസരമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എവിടെ തുടങ്ങണം, ഏതു മാർക്കറ്റ് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പേടിക്കേണ്ട, ആ ആശയക്കുഴപ്പങ്ങൾ മാറ്റാനുള്ളൊരു വഴിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വലിയ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു 5 സ്റ്റെപ്പ് ഫ്രെയിംവർക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓരോ സ്റ്റെപ്പും കഴിയുന്തോറും ഈ വലിയ തീരുമാനം എടുക്കുന്നത് എത്രത്തോളം എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ്. പുറത്തുള്ള വലിയ ലോകത്തേക്ക് നോക്കുന്നതിന് മുൻപ് നമുക്കാദ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് കൃത്യമായി നിർവചിക്കുന്നതിലാണ് എല്ലാം തുടങ്ങുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനാണ് നിങ്ങളൊരു പുതിയ മാർക്കറ്റിലേക്ക് പോകുന്നത്? കൂടുതൽ കച്ചവടം കിട്ടാനാണോ? അതോ ചിലപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ലൈൻ തന്നെ പരീക്ഷിക്കാനാണോ? നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായാൽ പിന്നീടുള്ള ഓരോ തീരുമാനവും വളരെ എളുപ്പമാകും. ഇനി നമുക്ക് ഈ യാത്രയ്ക്കായി ഒരു കോമ്പസ് ഉണ്ടാക്കിയാലോ? ഇത് വെറുമൊരു സാധാരണ കോമ്പസ് അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ ബിസിനസ്സിനായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഒന്നാണ്. ശരിയായ ദിശ കാണിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്താ ഈ മാനദണ്ഡങ്ങളെന്ന് വെച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ ഒരു പുതിയ മാർക്കറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്. പക്ഷെ വെറുതെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പോരാ. ഓരോ കാര്യത്തിനും നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. ഇതാണ് നമ്മുടെ തീരുമാനങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ ഓരോ കാര്യത്തിനും ഒരു വെയിറ്റേജ്, അതായത് 1% പ്രാധാന്യം നൽകിയിരിക്കുന്ന കണ്ടില്ലേ? ഉദാഹരണത്തിന്, മാർക്കറ്റിന്റെ വലുപ്പത്തിന് 30% പ്രാധാന്യം കൊടുത്തപ്പോൾ മത്സരത്തിന് 25%. ഇത് നിങ്ങളുടെ മുൻഗണനകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്താണ്? കൂടുതൽ കച്ചവടം കിട്ടുന്നതോ അതോ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുന്നതോ? ഇങ്ങനെ മുൻഗണനകൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ തെളിച്ചമുള്ളതാവും. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ ഒരു കോമ്പസ് ഉണ്ട്, ഒരു പ്ലാനുണ്ട്. ഇനി എന്തു വേണം? വിവരം, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഡിറ്റക്റ്റീവ് പണി തുടങ്ങാം. സാധ്യതയുള്ള മാർക്കറ്റുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സമയമാണിത്. ഒരു മാർക്കറ്റിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ 3 പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1, അവിടുത്തെ ആളുകൾ എങ്ങനെയുള്ളവരാണ്. 2, അവിടുത്തെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സാഹചര്യം എന്താണ്. പിന്നെ 3, അവരുടെ സംസ്കാരവും വാങ്ങുന്ന ശീലങ്ങളും എന്തൊക്കെയാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് ആ മാർക്കറ്റിന്റെ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നത്. 75%. ഇതൊരു വലിയ നമ്പറാണല്ലേ? എന്തായിരിക്കും ഇത്? ഒന്ന് ഗസ് ചെയ്യാമോ? അതെ, ആ 75% എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. കണ്ടില്ലേ, ഒരൊറ്റ കണക്കിന് എത്ര വലിയൊരു കഥ പറയാൻ കഴിയുമെന്ന്. ഇതുപോലുള്ള ചെറിയ പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മുടെ തീരുമാനങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നത്. ഈ ചാർട്ട് നോക്കൂ. ഇത് വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം മാർക്കറ്റിനേക്കാളും ഇരട്ടിയിലധികം വേഗത്തിലാണ് വളരുന്നത്. ഇത് ആ മാർക്കറ്റിലുള്ള വലിയ അവസരത്തെയാണ് കാണിക്കുന്നത്. ഓക്കേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഡേറ്റ ശേഖരിച്ചു. ഇനിയാണ് ആ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഇതുവരെ ശേഖരിച്ച എല്ലാ വിവരങ്ങളും വെച്ച് ഒരു അവസാന തീരുമാനമെടുക്കാൻ പോകുകയാണ്. ഏതൊരു തീരുമാനത്തിനും 2 വശങ്ങളുണ്ടാവും, അല്ലേ? ഗുണങ്ങളും ദോഷങ്ങളും. ഉദാഹരണത്തിന്, ഒരു മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകാം, പക്ഷേ അവിടെ ചിലപ്പോൾ വലിയ മത്സരവും ഉണ്ടാകാം. അല്ലെങ്കിൽ ടാക്സ് കുറവായിരിക്കാം, പക്ഷേ രാഷ്ട്രീയ അസ്ഥിരത ഒരു പ്രശ്നമായേക്കാം. അപ്പോൾ ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? ഈ ഒരു ബാലൻസ് കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ എല്ലാ വിശകലനവും കഴിഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: ഈ പുതിയ മാർക്കറ്റ് നമ്മുടെ ബിസിനസ്സിന്റെ ദീർഘകാല വളർച്ചയ്ക്ക് ശരിക്കും നല്ലതാണോ? നമ്മുടെ എല്ലാ കണ്ടെത്തലുകളും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ്. ആ ഉത്തരമാണ് നിങ്ങളുടെ അടുത്ത ചുവട് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തീരുമാനം യെസ് ആണോ? ഗംഭീരം, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലേ? ഇനി വെറുതെ ഇരുന്നാൽ പോരാ, നമുക്ക് ആക്ഷനിലേക്ക് കടക്കാം. അടുത്തതായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പുതിയ മാർക്കറ്റിലേക്ക് ഒറ്റച്ചാട്ടം ചാടുന്നത് അത്ര ബുദ്ധിയല്ല. പകരം നമ്മൾ പടിപടിയായി കയറണം. ആദ്യം ചെറിയ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കുക, അതായത് ഒരു പൈലറ്റ് പ്രോഗ്രാം പോലെ. പിന്നെ അവിടുത്തെ ലോക്കൽ പാർട്ട്ണർമാരുടെ സഹായം തേടുക. നമ്മുടെ പ്രോഡക്റ്റിൽ അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ മാറ്റങ്ങൾ വരുത്തുക. എന്നിട്ട് പതുക്കെ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മാപ്പുണ്ട്, ഒരു കോമ്പസുണ്ട്. ഈ അറിവ് വെച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ എവിടെ എത്തിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓർക്കുക,
ലോകം മുഴുവൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ അടുത്ത വലിയ ചുവട് എങ്ങോട്ടായിരിക്കും? തീരുമാനം നിങ്ങളുടേതാണ്. സാധ്യതകൾക്ക് അതിരുകളില്ല.